ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരി കാണിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സാരി കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറയാറുള്ളത് പോലെ നമ്മൾ പ്ലെയിൻ സാരീസ് സെൽ ചെയ്യുന്നുണ്ട്. അപ്പം സിൽക്കി കോട്ട മെറ്റീരിയലും ചെക്കോട്ട മെറ്റീരിയലും കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലും ആണ് നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന്റെ കളേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോസിലൊക്കെ കാണിച്ചായിരുന്നു. അപ്പൊ ആ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓർഗൻഡി സാരീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ റേറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കാറില്ല. കസ്റ്റമറിന്റെ ചോയ്സ് എന്താണോ അതനുസരിച്ച് നമ്മൾ വരുത്തി കസ്റ്റമറിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കളേഴ്സ് ഏതാ വേണ്ടത് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ സാരി കാണാം. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ലെമണല്ലോ ഷെയ്ഡിലെ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ഷാഡോ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിന്റെ മുന്താണി പോർഷൻ ആണ്. മുന്താണി പോർഷന്റെ എൻഡ് നമ്മൾ എല്ലാ സാരീസിന്റെയും ചെയ്യുന്നത് പോലെ സിംഗിൾ ചെറിയ സ്കാലപ്പ് കൊടുത്തിട്ട് നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുന്താണി പോർഷനിൽ ഇങ്ങനെ 3 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പീച്ചും സ്കൈ ബ്ലൂയുടെ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സും ഒരു നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഗ്രീൻ വെച്ചിട്ട് ഷാഡോ വർക്ക് ചെയ്ത് തന്നെയുള്ള ലീവ്സും അതുപോലെ നടുക്ക് നമ്മൾ ചെറിയ പേൾ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മൾ ഇതിന്റെ ഒരു മുന്താണി പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. എന്നാൽ ഈ ഒരു ബ്ലൂ കോമ്പിനേഷൻ ഈ ഒരു ലെമൺ യെല്ലോയിൽ നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരിയിൽ. ഇതിന്റെ മുന്താണി പോർഷന്റെ മറ്റേ എൻഡിൽ നമ്മൾ ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ, നമുക്ക് 3 ഫ്ലവേഴ്സ് അല്ലാത്ത എന്റെ ഒരു സിംഗിൾ ഫ്ലവറും അതിലൊരു ലീഫ് ഡിസൈനും കൂടെ ഈ ഒരു മുന്താണി പോർഷന്റെ മറ്റേ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ബ്ലൂ ഫ്ലവറിന് പകരം ഒരു പീച്ച് ഫ്ലവർ സിംഗിൾ ഫ്ലവർ ആയിട്ട് നമ്മൾ ഈ ഒരു റണ്ണിങ് പോർഷൻ, അതായത് മുന്താണിയിൽ താഴോട്ട് കിടക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് നമ്മൾ ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 ഫ്ലവർ ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 2 ഫ്ലവർ ഡിസൈൻസ് നമ്മൾ ആ മുന്താണി പോർഷനിൽ കൊടുത്ത് അതേ ഫ്ലവർ ഡിസൈൻസ് 2 എണ്ണം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്ലൂ പീച്ച് കോമ്പിനേഷന്റെ ഒരു എലഗൻസ് നന്നായിട്ട് ഈ ഒരു സാരിയിൽ കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ലൈറ്റ് കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും നല്ലൊരു ചോയ്സ് ഉള്ള ഒരു സാരി ആയിരിക്കും. നമ്മളിതൊരു കസ്റ്റമറിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുത്ത വർക്കാണ്. അപ്പം അവർക്ക് ഒരു ഫംഗ്ഷന് കൊടുക്കാനായിട്ട് ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്ത ഒരു സാരിയാണ്. അപ്പം അത് അവരുടെ ചോയ്സ് അനുസരിച്ച് ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്തതാണ്. എന്നാൽ കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മുടെ ചോയ്സ് ആണ്. അവർ ഈ ലെമൺ യെല്ലോ ഷെയ്ഡിൽ ഒരു സാരി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ അതിനകത്ത് ഷാഡോ വർക്ക് ചൂസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തതാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും, എല്ലാ ഏജ് ഗ്രൂപ്പിനാണെങ്കിലും ഏത് ആൾക്കാർക്കാണെങ്കിലും ഏത് കോംപ്ലക്ഷൻ ആൾക്കാർക്കാണെങ്കിലും ഉടുത്താൽ നല്ലതായിട്ട് ചേരുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും സാരിയുടെ കളർ ആണെങ്കിലും ഒക്കെ അതുപോലെ സ്യൂട്ട് ആവുന്ന പോലത്തെ ഒരു കളറാണ്. അതുപോലെ ഷാഡോ വർക്ക് എപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ് ഷാഡോ വർക്ക്. അതുപോലെ നമ്മൾ ഇതിനകത്ത് നല്ല തിക്കായിട്ട് തന്നെ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന, ഒരു തുള്ളി പോലും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്തുള്ളൂ. അതായത് ഇതിനകത്ത് ഇടയ്ക്ക് നമുക്ക് ആ ഒരു നിഴൽ ഒട്ടും അടിക്കാത്ത പോലെ. അതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് നീറ്റ് ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് തന്നെ ഈ ഒരു ഫുൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഉള്ളൊരു വർക്ക്. കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 3 ഫ്ലവറെ ഒരു ഡിസൈനിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്ത് നീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്കാണ്. പിന്നെ ഷാഡോ വർക്ക് എപ്പോഴും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ്. നമ്മൾ ക്രോസ് സ്റ്റിച്ച് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇച്ചിരി സമയം എടുത്താ ചെയ്യുന്നതെങ്കിൽ പോലും നല്ല ഭംഗിയുള്ളൊരു ഫിനിഷ് ആയിരിക്കും ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എപ്പോഴും നമുക്ക് എവർഗ്രീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനത്തെ ഷാഡോ വർക്ക് സാരീസ് ഒക്കെ. അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അങ്ങനത്തെ ഒരു വർക്ക് ആണെങ്കിലും ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിൽ ഈ ഒരു ചെക്കോട്ട സാരീസ്, അതായത് കോട്ടൺ ചെക്കോട്ട സാരീസ് ഒക്കെ നമുക്ക് ഉടുക്കാനും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, സാരിയൊക്കെ ഡെയിലി വെയർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കോട്ടൺ ചെക്കോട്ട സാരീസ് ഡെയിലി വെയർ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും അതുപോലെ ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചേർച്ച് വെയർ ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാ രീതിയിലും നമുക്ക് പോകുന്ന, ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബീഡ് വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എന്തിനും കൂടെ പോകുന്ന പോലത്തെ ഒരു സാരിയാണ് നമ്മൾ ഈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ സിംഗിൾ ഫ്ലവർ ആയത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി എല്ലാ സാരീസിലും കൊടുക്കാറുള്ളത് പോലെ ഇതിന്റെ ഒരു സിംഗിൾ
ഒരു ഡിസൈൻ ആണ് നമ്മൾ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പോസിലാണ് സാധാരണ ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിലെ ഫ്ലവർ കൊടുക്കാറ്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ കാണുന്നതിനേക്കാളും ഭംഗി ഈ ഒരു രീതിയിൽ തന്നെ കാണുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഉടുത്ത് വരുന്ന എല്ലാ ഭാഗത്തും ഈ ഒരു ഫ്ലവർ ഡിസൈൻ കാണാനായിട്ടും ഉണ്ട്. എന്നാൽ സിമ്പിൾ ആയിട്ട് ഒത്തിരി ഡിസൈൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് സാരീസ് വേണ്ട ആൾക്കാർക്ക് വലിയ ബഡ്ജറ്റിലൊന്നും അല്ലാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇത് ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് നോർമൽ ഈ ഒരു 4 ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് വ്യത്യാസം വരും. എന്നാൽ പോലും ഭയങ്കര ഒരു ഹെവി റേഞ്ചിലൊന്നും പോകാതെ നമുക്കൊരു 2000 ബിലോയിൽ 4 ഡിസൈൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വർക്കാണിത്. അപ്പം ഇങ്ങനത്തെ ഈ ഒരു വർക്കിനകത്ത് നമ്മൾ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് നമുക്ക് ഈ 5.5 മീറ്റർ പ്ലെയിൻ സാരീസ് വരുന്ന സെറ്റിലുള്ള ഒരു സാരി ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വർക്ക് ചെയ്ത് വേണം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്ത ഒരു സാരിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടില്ല. നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഇതുപോലെ നമുക്ക് പ്ലെയിൻ സാരീസിന്റെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ സാരീസ് ആയിട്ട് മാത്രമാണ് വരുന്നത്. നമ്മൾ ഇനി നോക്കാം അതുപോലെ ഇതിന്റെ കൂടെ മുറിച്ചെടുക്കുന്ന പോലെ ബ്ലൗസും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കറന്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ 5.5 മീറ്റർ സാരി ആയിട്ടാണ്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ലെമൺ യെല്ലോ കളറിലെ ബ്ലൗസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വർക്കിന്റെ ഷെയ്ഡ്സ് ബ്ലൗസ് ഇടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇടാനായിട്ട്. അപ്പൊ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഒരു സാരിയാണ്. കസ്റ്റമറുടെ ചോയ്സ് പ്രകാരം ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. നമ്മൾ തന്നെ ഡിസൈൻസ് സെലക്ട് ചെയ്താണ് ഈ ഷാഡോ വർക്ക് ചെയ്തത്. അപ്പൊ എന്റെ അടുത്ത് നേരത്തെ ഷാഡോ വർക്ക്സ് ഒക്കെ കാണിച്ചപ്പോഴത്തേനും ഷാഡോ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണിക്കണമെന്ന് റിക്വസ്റ്റ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒത്തിരി നമ്മൾ കൂട്ടണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.